ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖല്ലേ? നമുക്കും സുഖമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ഗിഫ്റ്റ് തരുമെന്ന് പറഞ്ഞിരിക്കണമെന്ന്. അപ്പം ഞാൻ നിങ്ങൾക്കത് സർപ്രൈസായി പിന്നെ പറഞ്ഞു തരേണ്ടതെന്നും പറഞ്ഞു വെച്ചതേന്നു. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാ ഓല് വന്നിക്കാണ്. ഓലെ മോളാണ് ഈ കറുത്ത ഉടുപ്പിട്ടത്. അപ്പോൾ ഓല് നമ്മളെ വീട്ടിലേക്ക് വന്നിക്കാട്ടോ. അതും കൊണ്ട് ഇനി ഇത് നമുക്ക് പൊട്ടിച്ച ഓൽക്ക് തന്നെ മക്കൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും സാധനം കണ്ടാൽ പിന്നെ ഓൽക്ക് തന്നെ പൊട്ടിച്ചണമല്ലോ. ഒരു മൂന്നാളും കൂടിയാ പൊട്ടിച്ചാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് നിന്ന് ഇപ്പം നിങ്ങൾ ആദ്യം തന്നെ കണ്ടുക്കും. അങ്ങനെ ഇവള് വെറുതെ ഇരിക്കണ്ട എന്നും പറഞ്ഞ് വാങ്ങി തന്നാണ്. നോമ്പിന് പിന്നെ തയ്ച്ചിങ്ങാണ്ട് മറ്റിനെ വിലക്കൊക്കെ കൊടുത്തോ എന്നൊക്കെ പറഞ്ഞ് തന്നതാട്ടോ. ഇപ്പം നമ്മളതിന് പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷെ വിളിച്ച് വെറുതെ തന്നതൊന്നുമല്ല. വെറുതെ അങ്ങനെ ഒരുപാട് തന്നുങ്ങാണ്ട് സഹായിച്ചാൽ മാത്രമല്ല ഒരു ഇതൊന്നും ഒക്കില്ല. എന്നാലും ഇല്ലത് കൊണ്ട് തന്നില്ലേ, അതന്നെ ഒരു നല്ലൊരു മനസ്സല്ലേ. അപ്പം അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ആ തയ്ച്ചിങ്ങാണ്ട് ഇങ്ങനെ ഈ ബിറ്റ് കണ്ട് ഇഷ്ടപ്പെട്ട അത് വന്ന് വാങ്ങിങ്ങാണ്ട് അത് തയ്ച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ നൈറ്റി വാങ്ങണ വിലക്ക് തന്നെ കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ ബിറ്റാക്കി കൊടുക്കാൻ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കും. പക്ഷെ ഞാൻ അതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പം ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് 2 ദിവസം ഇവിടെ വെച്ചപ്പോഴത്തേന് നമുക്ക് ഇതിൽ നിന്ന് കുറേ പോയിട്ടോ. അതൊക്കെ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ഓലൊക്കെ നമുക്ക് ഈ 2 എണ്ണം എടുത്തതുകൊണ്ട് തയ്ച്ചിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടീനു. അപ്പം എല്ലാവർക്കും വേണം പറഞ്ഞാണ്ട് വന്ന്. ഓലൊക്കെ നമ്മളെ വീഡിയോ സ്ഥിരമായി കാണുന്നവരുമാണ്, സപ്പോർട്ട് ചെയ്യണവരൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇട്ടാലല്ലേ കാണുള്ളൂ വേറെല്ലോലൊക്കെ. ഞാൻ സ്റ്റാറ്റസ് ഇട്ട് നമ്മൾ നമ്പർ സേവ് ചെയ്തവർ മാത്രമല്ലേ കാണുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി നമുക്ക് പെരുന്നാളൊക്കെ ആകുമ്പോൾ ഞാനിത് കൊറോണൻ്റെ സമയത്തൊക്കെ ഇച്ചിരിയൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. അതൊക്കെ പെട്ടെന്ന് ചിലവാകും ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിമക്കൊന്നും നോക്കാതായി. അപ്പം അങ്ങനെ ഇവള് കൂട്ടുകാരി ഇട്ട് തന്നതാണിച്ചത്. ഇതുമെന്ന് അങ്ങനെ ഓരോന്ന് കൂടി വരട്ടെ. അങ്ങനെ ഒരു വലിയ ഒരു സംരംഭമായി മാറട്ടെ. നമ്മളും ഒക്കെ പാടെ പരിശ്രമിക്കണം. പിന്നെ നിങ്ങളും തന്നെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലുള്ളൂ അതിന് പറ്റുക. അപ്പം നിങ്ങളെ ഒരു സപ്പോർട്ടും കൂടി വേണം. വേറെ ഒന്നും വേണ്ട. ഞാനിടുന്ന വീഡിയോസ് കണ്ടുങ്ങാണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഞാനിപ്പോൾ ഇത് വീട്ടിലിരുന്നുങ്ങാണ്ട് തന്നെ ചെയ്യല്ലേ. അപ്പം അങ്ങനെ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് തരാനും ഷെയർ തരാനൊന്നും മറക്കണ്ട. അപ്പോൾ ഈ തുണികൾ ഒക്കെ ഓരോരുത്തർ വാങ്ങിയതാട്ടോ. അപ്പോൾ ഞാൻ എടുത്തതൊക്കെ ഇതൊക്കെ നമുക്ക് തയ്ച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഒരു തുണി ഞാനിതിൽ തയ്ച്ച് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും തയ്ക്കാം. അപ്പം അങ്ങനെ ഇപ്പോൾ പിന്നെ ഇതിൽ 280-ൻ്റെതും ഉണ്ട്, 250-ൻ്റെതും ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ടും വാങ്ങിയോലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിത് തയ്ച്ച് കൊടുക്കാം. നമുക്ക് പെരുന്നാളാകുമ്പോഴത്തേന് ഇത് ചിലവാകുകയാണെങ്കിൽ വീണ്ടും ഇറക്കാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളും പരിശ്രമിക്കണം. പഠിച്ചോനും അത് നമുക്കൊരു ഇത് തരണം അല്ലേ. അങ്ങനെ ആകുമ്പോഴല്ലേ എല്ലാവരും പാടെ കൂടുമ്പോഴല്ലേ അതൊരിതായി മാറുള്ളൂ. അപ്പം അങ്ങനെ തരട്ടെ. അധ്വാനിച്ചാൽ മടിയൊന്നുമില്ല. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങൾ അങ്ങനെ ആയി വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഈ തുണി നല്ല തുണിയാട്ടോ. ഇപ്പോൾ ഞാൻ ഈ മടക്കുന്നത് നല്ല തുണിയാണ്. ഇത് നമ്മൾ തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ 280 രൂപക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചിരിക്കണം. ആ 280 രൂപക്ക് കൊടുക്കുന്നത് കുറച്ച് തുണിയുള്ളതിനു അത് ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയൊരു
ഒന്നോ രണ്ടെണ്ണേറ്റേ ഉള്ളൂ, അല്ലാത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഈ പച്ച നെയ്റ്റി ഒന്ന് വെട്ടി തയ്ച്ചിട്ട് കാണിച്ചു തരാം. സാധാ ഒരു 55 ഇഞ്ച് ഇറക്കത്തിലുള്ളൊരു നെയ്റ്റിയാട്ടോ തയ്ക്കുന്നത്. ഒരു 40 ഇഞ്ച് വണ്ണം ഉള്ളൊരു നെയ്റ്റിയാണ്. അത്യാവശ്യം കൈയൊക്കെ വേണം കേട്ടോ. അത് വന്നൊന്നും നമുക്ക് തോനെ കൈ വെക്കാനൊന്നും കിട്ടൂല. 3/20 തുണി എടുക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ നല്ല കൈയൊക്കെ അല്ലേ നെയ്റ്റി തയ്ക്കുക. അപ്പം അത്രയ്ക്കുള്ള തുണിയൊന്നും വാങ്ങിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്നെടുത്ത ഒരു തുണിയല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് തയ്ച്ചെങ്ങാണ്ട് കാണിച്ചു തരാം. ഞാനിത് ഒന്ന് നൈറ്റിക്ക് വെട്ടട്ടെ കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. പെരുന്നാളിനാകുമ്പോഴത്തേന് നമുക്ക് ഇത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് അറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ തുണിമന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. തുണിൻ്റെ പേരൊക്കെ ഇതുമ്പോൾ തന്നെ ഉണ്ടായതുകൊണ്ട് ഇനി നമുക്ക് വേറെ ബുക്ക് ചെയ്യുമ്പോൾ ആ പേര് വെച്ചുള്ള തുണി നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചൊക്കെ തരും. നമ്മളതിന് ഇഷ്ടപ്പെട്ടത് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുത്താലൊക്കെ മതി. അപ്പോൾ സുഖമാണ്, ഒന്നും അറിയണ്ട, നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ. സൂപ്പറായിട്ട് പിന്നെ തയ്ച്ചെടുത്താൽ മാത്രം മതി. നെയ്റ്റികളൊന്നും ഇപ്പോൾ ഇടാത്ത പോലൊന്നും ആരും ഉണ്ടാവില്ല. എന്തായാലും നെയ്റ്റി വേണ്ടി വരുമല്ലോ. പിന്നെ അതുകൊണ്ട് നമുക്ക് ടോപ്പും തയ്ക്കാം കേട്ടോ. ചുരിദാർ ഇടുന്നവർക്ക് ചുരിദാറിന് ഇടുന്ന ടോപ്പേ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുന്ന ടോപ്പുകളൊക്കെ തയ്ക്കാം. ഓപ്പണില്ലാതെ ഓപ്പൺ ഉണ്ടായിക്കൊണ്ടൊക്കെ തയ്ക്കാം. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഫ്രോക്കുകൾ തയ്ക്കാം. കോട്ടൻ്റെ ഈ ചൂടിനിടാൻ പറ്റുന്ന വിധത്തിലുള്ളത് എന്ത് വേണമെങ്കിലും തയ്ക്കാം കേട്ടോ. നല്ല തുണികളാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇനി ഇതിൻ്റെ കൈയും കൂടിയും കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്ത് തയ്ച്ച് ഇതിൻ്റെ ഫ്രണ്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വേറൊരു കഷ്ണം വെച്ചിട്ടാണ്. ഞാൻ ഇതിൻ്റെ ഇവിടെ വേണമെങ്കിൽ ഒരു ലേസൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പിന്നെ 2 ബട്ടൺസും ഒക്കെ. അപ്പോൾ ഇതിങ്ങനെ തയ്ച്ചിട്ട് തന്നെ ഉള്ളൂ കേട്ടോ. സിബൊക്കെ വെച്ചിങ്ങാണ്ട് തന്നെയാണ്. ഇനി വേറെ ഒന്നും കൂടി ഞാൻ ഇതേപോലെ തന്നെ തയ്ച്ചവിടെ പകുതിയാക്കി വെച്ചിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഇഷ്ടപ്പെട്ടവർ വാങ്ങിയാൽ ഇതൊക്കെ തയ്ക്കാനുണ്ട്. അതൊക്കെ ഓരോന്നോരോന്നായി തയ്ക്കണം. ഇത് കാണാൻ ഭംഗിയില്ലേ അല്ലേ, അടിപൊളിയല്ലേ. അതാണ് നൈറ്റി കേട്ടോ. നല്ല ഇറക്കമുണ്ട്, വണ്ണമൊക്കെ ഉണ്ട്. ഇതുമെന്നിപ്പോൾ നമുക്ക് ഇത് 290 ഉണ്ടാവുള്ളൂ. ഇതുമെന്ന് നമുക്ക് കൈ ഒരുപാട് ഇറക്കം വെക്കാൻ കിട്ടൂല കേട്ടോ. തുണി ഇതിങ്ങനെ കഷ്ടിച്ച് വെക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ കൈ. പിന്നെ ഹാഫ് കൈയിലുള്ളവർക്ക് സുഖമാണ്, അല്ലാത്തവർക്ക് കൈയിനാണ് ബുദ്ധിമുട്ട്. പക്ഷേ 3/20 തുണി വാങ്ങുകയാണെന്ന് ഇനിയിപ്പോൾ ഫുൾ കൈ വേണ്ടവർക്ക് ഫുൾ കൈ ആക്കി തയ്ക്കാനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെന്ന് പറയുകയാണെങ്കിൽ അക്കയിലൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഇനി അറക്കണിയിൽ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഷോൾ നൈറ്റിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇൻഷാ അല്ലാ നമുക്ക് എന്താ വെച്ചെങ്കിൽ ചെയ്യാം. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.